ഈ സ്പോർട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് മാത്രമേ നടത്താവൂ എന്നൊരു നിർബന്ധവുമില്ല. സ്വകാര്യ വ്യക്തികളും പബ്ലിക് ബോഡീസും സ്വതന്ത്രമായിട്ട് സ്പോർട്സ് രംഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് പണം സമ്പാദിക്കാനുമുള്ള ഒരു അവസ്ഥ നമ്മൾ അസോസിയേഷനിൽ കൂടി സൃഷ്ടിക്കണം. ഏതെങ്കിലും ഒരു സ്പോർട്സ് നടത്തി അതിൽ നിന്ന് ആരെങ്കിലും പണം സമ്പാദിക്കുന്നത് തെറ്റാണ് എന്നുള്ള ചിന്ത നമുക്ക് മാറണം. വിംബിൾഡണിൽ പണ്ട് അമേച്ചേഴ്സിന് മാത്രമേ കളിക്കാവൂ. വിംബിൾഡൺ ഗെയിംസ് തന്നെ മാറി. സ്പോർട്സ് കൊണ്ട് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പണം ഉണ്ടാക്കാം എന്ന മാന്യത നമ്മൾ വിംബിൾഡൺ കാലത്ത് തന്നെ ഏതാണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാറിയത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിംബിൾഡണിൽ പ്രൊഫഷണൽ പങ്കെടുക്കാം. അപ്പോൾ സ്പോർട്സിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽക്കം ചെയ്യുകയും ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നത് സ്പോർട്സിൻ്റെ വികസനത്തിന് നല്ലതാണ്. പലരുടെ അഭിപ്രായം അത് സ്പോർട്സിൻ്റെ വികസനത്തിന് ചീത്തയാണെന്നാണ്. ആ മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ട് സ്പോർട്സ് വികസനത്തിന് ഇക്കാര്യം നല്ലതാണ് എന്നുള്ളൊരു ചിന്ത. അതേസമയത്ത് തന്നെ ഇന്ന് സ്പോർട്സിൻ്റെ വരുമാന മാർഗങ്ങളായിട്ട് നിരവധി സംഗതികളുണ്ട്. സ്പോൺസർഷിപ്പ്, അഡ്വർടൈസിങ്, ടെലികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ഇക്വിപ്മെൻറ്റ് സ്പോൺസറിങ്, ഇങ്ങനെ നിരവധി. ഒരു സ്പോർട്സ് ഐറ്റം എടുത്താൽ അതിൻ്റെ ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിരവധി രീതിയിലുള്ള റവന്യൂ ഏണിംഗ് മെക്കാനിസംസ് ഓരോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി റിസോഴ്സസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് സ്പോർട്സ് ഫോർ ഇക്കണോമിക് പർപ്പസ്, അതെങ്ങനെ സാധിക്കുമെന്ന് ഓരോ സ്പോർട്സ് അസോസിയേഷനും വ്യക്തമായ രൂപരേഖകൾ അവരുടെ അസോസിയേഷനെ സംബന്ധിച്ച് തയ്യാറാക്കണം. അപ്പോൾ അതെല്ലാവർക്കും ഒരു ഗൈഡ് ലൈൻ ആയിരിക്കും. പ്രൈവറ്റ് സെക്ടർ ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ് സെക്ടർ ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലാണ് സ്പോർട്സ് സെൽഫ് സസ്റ്റെയിനിങ് മോഡലായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സുതാര്യമായ ഗൈഡ് ലൈൻസ് എല്ലാ സ്പോർട്സ് അസോസിയേഷനുകളും പ്രവർത്തിക്കണം.